നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തം. പ്രധാന ഫയലുകൾ കത്തിനശിച്ചു. അട്ടിമറിയെന്ന് ബി.ജെ.പിയും കോൺഗ്രസും. പ്രതിഷേധിച്ച കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി.ജെ.പി നേതാക്കൾ അറസ്റ്റിൽ. തീ കത്തിയതല്ല, കത്തിച്ചതെന്ന് കെ സുരേന്ദ്രൻ. നടന്നത് മുഖ്യമന്ത്രിയുടെ നാടകമെന്ന് ചെന്നിത്തല. മാധ്യമപ്രവർത്തകരെ ചീഫ് സെക്രട്ടറി നേരിട്ടെത്തി പുറത്താക്കി. സമര സംഘർഷ ഭൂമിയായി സെക്രട്ടേറിയറ്റ്. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ആസൂത്രിതമെന്ന് സംശയം. ഗവർണറെ കണ്ട പ്രതിപക്ഷം. നാളെ ബി.ജെ.പിയുടെ പ്രതിഷേധ ദിനം. യു.ഡി.എഫ് കരിദിനമായി ആചരിക്കും. തീപിടുത്തം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ചീഫ് സെക്രട്ടറി. പ്രധാന ഫയലുകൾ സുരക്ഷിതമെന്ന് വിശദീകരണം. സെക്രട്ടേറിയറ്റിനെ കലാപഭൂമിയാക്കാൻ നീക്കമെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ. പിണറായി സർക്കാരിന് തിരിച്ചടികളുടെ ദിനം. പെരിയ കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളി. കേസ് CBI തന്നെ അന്വേഷിക്കും. ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസ് അന്വേഷണത്തിൽ വലിയ പാകപ്പിഴകളെന്നും കോടതി. നീതിക്കായുള്ള പോരാട്ടം വിജയിച്ചെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ. തിരുവനന്തപുരം വിമാനത്താവള കൈമാറ്റം സ്റ്റേ ചെയ്യണം എന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളി. നേതൃമാറ്റത്തെ ചൊല്ലി കോൺഗ്രസിൽ കലാപം. സോണിയ തുടരുന്നതിൽ പരോക്ഷ എതിർപ്പുമായി മുതിർന്ന നേതാക്കൾ. പുതിയ അധ്യക്ഷൻ നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നാവണമെന്നും ആവശ്യം. നേതൃമാറ്റ ആവശ്യത്തിന് തുടക്കമിട്ടത് ശശി തരൂരെന്ന് സൂചന. ബൂത്ത് തലം മുതൽ അഴിച്ചുപണി വേണമെന്ന് വിമത നേതാക്കൾ. സംസ്ഥാനത്ത് ഇന്ന് 2375 പേർക്ക് കൂടി കൊറോണ. ഏറ്റവും ഉയർന്ന പ്രതിദിന വർധന. 2142 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 174 പേരുടെ ഉറവിടം വ്യക്തമല്ല. സൗദിയിൽ 31 പേർ കൂടി കൊറോണ ബാധിച്ച് മരിച്ചു. കുവൈറ്റിൽ 613 പേർക്ക് കൂടി കൊറോണ. ശബരിമലയിൽ ഭക്തർക്ക് പ്രവേശനം. തുലാമാസം മുതൽ നിയന്ത്രണങ്ങളോടെ പ്രവേശനം അനുവദിക്കുമെന്ന് ദേവസ്വം മന്ത്രി. കണ്ണൂർ സർവകലാശാല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ പ്രിയ വർഗീസ് വിവാദത്തിൽ. സർവകലാശാല ചട്ടം ലംഘിച്ച് CPM സമരത്തിൽ പങ്കെടുത്തു. CPM നേതാവ് KK രാഗേഷിന്റെ ഭാര്യ പ്രിയ ലംഘിച്ചത് രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന സർവകലാശാല നിയമം. കോഴിക്കോട്ടും ചട്ടം ലംഘിച്ച് സമരത്തിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർ. വാർത്തകൾ വിശദമായി. സെക്രട്ടേറിയറ്റിൽ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തം. ഫയലുകൾ കത്തിനശിച്ചു. അഗ്നിരക്ഷാസേന തീയണച്ചു. അട്ടിമറി നീക്കമെന്ന് ബി.ജെ.പിയും കോൺഗ്രസും ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ നീക്കമെന്ന് കെ സുരേന്ദ്രൻ. ഫയലുകൾ കത്തിയതല്ല, കത്തിച്ചതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. വളരെ വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഈ തീപിടുത്തം ആസൂത്രിതമായി സർക്കാർ നടത്തിയ തീപിടുത്തമാണ്. വളരെ വളരെ ഗുരുതരമായിട്ടുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ പ്രോട്ടോകോൾ ഓഫീസിലെ ചില ആളുകൾക്ക് കോവിഡ് ആണെന്ന് പറഞ്ഞ് അവിടെ അടച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സർക്കാർ നടത്തിയ അട്ടിമറിയാണിത്. അവരാണ് തീ കൊടുത്തത്. ഇത് കേസിലെ വിശദാംശങ്ങൾ അന്വേഷണ സമിതിയുടെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. KT ജലീലിലേക്കും മുഖ്യമന്ത്രിയിലേക്കും തെളിവുകൾ എത്താവുന്ന നിരവധി ഫയലുകളാണ് ഈ പ്രോട്ടോകോൾ വിഭാഗത്തിലുള്ളത്. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം, KT ജലീലിന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ ഉള്ള തെളിവുകളാണ് നശിപ്പിക്കാൻ ശ്രമം നടന്നത്. നേരത്തെ ഇടിമിന്നലിന്റെ പേരിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഗൗരവതരമായിട്ടുള്ള അന്വേഷണം വേണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഫോറൻസിക് വിദഗ്ധന്മാരെ അടിയന്തരമായി ഇവിടെ എത്തിക്കണം. കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം നടത്തണം. ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഫയലുകളാണ് കത്തിക്കാൻ ശ്രമം നടന്നത്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന ഫയലുകൾ കത്തിനശിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പ്രതിപക്ഷ സംഘം ഗവർണറെ കണ്ടു. UDF നാളെ കരിദിനം ആചരിക്കും. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും.
കൂടുതൽ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിൽ നിന്നും CG ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഇന്ന് എപ്പോഴായിരുന്നു തീപിടുത്തം? എന്താണ് സംഭവിച്ചത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്? അല്ലയോ, ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിലെ ഒരു മുറിക്ക് തീപിടിച്ചത്. ആദ്യം 15 മിനിറ്റോളം ഇത്തരത്തിൽ അഗ്നിബാധയുണ്ടായി. തുടർന്ന് അഗ്നി രക്ഷാസേന അവിടേക്ക് എത്തി തീ അണയ്ക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ സംഭവത്തിന്റെ ഒരു ഗൗരവം അത് വാർത്തകളിലേക്ക് നിറയുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയ സ്വർണ്ണക്കടത്ത് കേസിലെ നിർണായകമായ തെളിവുകൾ അടങ്ങുന്ന പ്രോട്ടോകോൾ ഓഫീസിലെ ഫയലുകൾക്കാണ് തീപിടിച്ചത്. അതും ഷോർട്ട് സർക്യൂട്ട് എന്ന കാരണമാണ് തീപിടുത്തത്തിന് പിന്നിലെന്ന് അധികൃതർ വ്യക്തമാക്കിയത്. ഇതൊക്കെ തന്നെ വലിയ ദുരൂഹതയാണ്. മാത്രമല്ല, ഏതാനും ദിവസങ്ങളായി ഈ പ്രോട്ടോകോൾ ഓഫീസ് NIA-യുടെ നിരീക്ഷണത്തിലാണ്. ഇവിടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ NIA-ക്കായി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നഷ്ടമായി എന്ന് പറയപ്പെടുന്ന ഫയലുകൾ വിദേശത്ത് നിന്ന് എത്തുന്ന ആളുകൾക്ക് VIP പരിഗണന നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുടെയും വിദേശ യാത്രകൾ അടങ്ങുന്ന വിവരങ്ങൾ, അതോടൊപ്പം ഇവിടെ എത്തുന്ന ആളുകൾ, വിദേശത്ത് നിന്ന് ഇവിടെ എത്തുന്ന ആളുകൾ തങ്ങുന്നത്, അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അടങ്ങുന്ന 3 സുപ്രധാന ഫയലുകളാണ് ഇത്തരത്തിൽ അഗ്നിക്ക് ഇരയായതെന്ന് പറയപ്പെടുന്നു. കൃത്യമായ ഒരു വിശദീകരണം, ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ BJP സംഘവും ഈ കത്തിയ സ്ഥലത്ത് എത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഇത്തരത്തിൽ ഏറെ നിർണായകമായ ഫയലുകളാണ് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ ഒരു പരിശ്രമം നടത്തിയെന്ന ആരോപണമാണ് ശക്തമായി ഉയരുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രണ്ട് ദിവസത്തിലധികമായി ഈ പ്രസ്തുത പ്രോട്ടോകോൾ ഓഫീസിൽ ഒരു ജീവനക്കാരന് കൊറോണയാണ് എന്ന പ്രചരണം നടത്തിയിരുന്നു. അവിടേക്ക് ആർക്കും പ്രവേശനമായി നൽകിയിരുന്നില്ല. 2 ദിവസമായി അടച്ചിട്ടിരുന്ന ഒരു മുറിയായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും കുറെ കാല ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന നഗരം ശക്തമായ പ്രതിഷേധത്തിനാണ് വേദിയായത്. 5 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധമായിരുന്നു. വിവിധ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ വലിയ പ്രതിഷേധം, ഇത്രയും നാൾ ഈ ഒരു കൊറോണ പ്രോട്ടോകോൾ പ്രകാരം പ്രതിഷേധങ്ങളൊക്കെ അടിച്ചമർത്തിയിട്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന ഒരു ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് സെക്രട്ടേറിയറ്റിന്റെ മുൻവശം ഇന്ന് വേദിയായത്. ഏതാണ്ട് 5 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം പല പ്രാവശ്യം പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. ഒടുവിൽ ഏതാണ്ട് 10 മണിയോട് കൂടിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ട നേതാക്കളെ അനുനയിപ്പിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നീക്കിയത്. എന്തായാലും നാളെയും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. കാരണം BJP-യും UDF-ഉം ഒക്കെ കരിദിനവും പ്രതിഷേധ ദിനവും ഒക്കെയായി നാളെ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP-യുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. UDF-ന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ നാളെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയും തലസ്ഥാന നഗരം സംഘർഷഭരിതമാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയ ശരി. സെക്രട്ടേറിയറ്റിൽ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തം, ഫയലുകൾ കത്തിനശിച്ചു, അഗ്നിരക്ഷാസേന തീയണച്ചു, അട്ടിമറി നീക്കുമെന്ന് BJP-യും കോൺഗ്രസും ആരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിനാണെന്ന് സെക്രട്ടേറിയറ്റിന് മുൻഭാഗം സാക്ഷ്യം വഹിച്ചത്. സെക്രട്ടേറിയറ്റിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ പുറത്താക്കുകയും ചെയ്തു. CG ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ പരിശോധിക്കാം. സംസ്ഥാനത്ത് 2375 പേർക്ക് കൂടി കൊറോണ ബാധിച്ചു. ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. സമ്പർക്കത്തിലൂടെ 2142 പേർക്ക് രോഗം ബാധിച്ചു. 174 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്തു നിന്നെത്തിയ 61 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 118 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 1456 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് 2375 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 2142 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 174 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 49 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ചതിൽ 61 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 118 പേർക്കും കൊറോണ സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്, 454 പേർ. തിരുവനന്തപുരം ജില്ലയിൽ 391 പേർക്കും, കോഴിക്കോട് ജില്ലയിൽ 260 പേർക്കും, തൃശൂർ ജില്ലയിൽ 227 പേർക്കും, ആലപ്പുഴ ജില്ലയിൽ 170 പേർക്കും, എറണാകുളം ജില്ലയിൽ 163 പേർക്കും, പാലക്കാട് ജില്ലയിൽ 152 പേർക്കും, കണ്ണൂർ ജില്ലയിൽ 150 പേർക്കും രോഗം ബാധിച്ചു. കാസർഗോഡ് ജില്ലയിൽ 99 പേർക്കും, പത്തനംതിട്ട ജില്ലയിൽ 93 പേർക്കും, കൊല്ലം ജില്ലയിൽ 87 പേർക്കും, കോട്ടയം ജില്ലയിൽ 86 പേർക്കും കൊറോണ സ്ഥിരീകരിച്ചു. വയനാട് ജില്ലയിൽ 37ഉം ഇടുക്കി ജില്ലയിൽ 6 പേർക്കുമാണ് പുതുതായി രോഗം ബാധിച്ചത്. കൊറോണ ബാധിച്ച് 10 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കൊറോണ ബാധിച്ച് ചികിത്സയിലിരുന്ന 1456 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 40,343 പേരാണ് ഇതുവരെ കൊറോണയിൽ നിന്ന് മുക്തി നേടിയത്.
21,232 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 1,83,794 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 1,834 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് 10 പ്രദേശങ്ങളെ കൂടി പുതുതായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. നിലവിൽ 619 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ജനം, തിരുവനന്തപുരം. 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്തു കഴിഞ്ഞ പ്രവാസികൾക്ക് ഒമാനിലേക്ക് മടങ്ങി വരുന്നതിന് NOC നിർബന്ധമാക്കി. മടങ്ങിയെത്തുന്നവർക്ക് സാധുവായ തൊഴിൽ വിസ ഉണ്ടായിരിക്കണം. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ച ഒമാൻ താമസ വിസയുള്ളവർക്ക് മടങ്ങി വരുന്നതിന് NOC നിർബന്ധമാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇതിനായി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് ജനറൽ അഡ്മിനിസ്ട്രേഷനിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫൈനാൻഷ്യൽ അഫയേഴ്സ് ഡയറക്ടർക്ക് തൊഴിലുടമ അപേക്ഷ നൽകണം. ഇതോടൊപ്പം തൊഴിലാളിക്ക് സാധുവായ തൊഴിൽ വിസ ഉണ്ടായിരിക്കണം. തൊഴിലാളിയെ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിയുടെ കത്ത്, പാസ്പോർട്ടിന്റെയും തിരിച്ചറിയൽ കാർഡിന്റെയും കോപ്പികൾ, കമ്പനി സിഗ്നേച്ചർ കോപ്പി, കമ്പനി കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ കോപ്പി, 14 ദിവസം കാലാവധിയുള്ള വിമാന ടിക്കറ്റ് കോപ്പി എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്തു കഴിഞ്ഞ പ്രവാസികൾക്ക് മടങ്ങി വരുന്നതിന് NOC ആവശ്യമാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഔദ്യോഗിക വിശദീകരണം ലഭിച്ചത്. ജനം, മസ്കറ്റ്. ഇന്ത്യൻ എംബസിയുടെ പേരിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി CB ജോർജ്. നീറ്റ് പരീക്ഷയ്ക്ക് കുവൈറ്റിൽ കേന്ദ്രം അനുവദിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ സർക്കാരുമായി ചർച്ച നടത്തുമെന്നും CB ജോർജ് ജനം TVയോട് പറഞ്ഞു. നീറ്റ് പരീക്ഷയ്ക്ക് കുവൈറ്റിൽ കേന്ദ്രം അനുവദിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി CB ജോർജ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കത്തുകളും ഇമെയിലുകളും ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കുവൈറ്റ് സർക്കാരുമായി ചർച്ച നടത്തുമെന്നും ഇന്ത്യൻ എംബസിയുടെ പേരിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പുതുതായി സ്ഥാനമേറ്റ അംബാസിഡർ CB ജോർജ് ജനം TVയോട് പറഞ്ഞു. കുറേ ലെറ്റേഴ്സും ഇമെയിൽസും ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ വളരെ കാര്യമായി തന്നെ അത് എടുക്കുന്നതായിരിക്കും. അതോറിറ്റീസിന്റെ കോർഡിനേഷന് വേണ്ടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. 2 വർഷം മുമ്പ് ഇന്ത്യൻ എംബസി റദ്ദാക്കിയ സംഘടനകളുടെ അംഗീകാരം തിരികെ നൽകും. സംഘടനകൾ കുവൈറ്റിന്റെ നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കണം. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് ഇടനിലക്കാരില്ല. സഹായിക്കാനെന്ന വ്യാജേന ചൂഷണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇന്ത്യൻ സമൂഹത്തിന്റെ പരാതികളും അഭിപ്രായങ്ങളും എല്ലാ ബുധനാഴ്ചയും എംബസിയിൽ നടക്കുന്ന ഓപ്പൺ ഹൗസിൽ അറിയിക്കാമെന്നും ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും പുതുതായി സ്ഥാനമേറ്റ അംബാസിഡർ CB ജോർജ് പറഞ്ഞു. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. കുവൈറ്റിൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം അവസാനിക്കുന്ന എല്ലാത്തരം വിസകളും 3 മാസത്തേക്ക് നീട്ടി നൽകാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. ഈ മാസം 31 അവസാനിക്കുന്ന സന്ദർശക വിസ ഉൾപ്പെടെ എല്ലാത്തരം വിസകളും സെപ്റ്റംബർ 1 മുതൽ 3 മാസത്തേക്കാണ് പുതുക്കി നൽകുക. ഇതിനായി പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടർ സംവിധാനം വഴി ഈ പ്രക്രിയ സ്വമേധയാ നടക്കുന്നതായിരിക്കും. രാജ്യത്ത് കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ നേരത്തെയും ഇത്തരത്തിൽ വിസ കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. 520 അബുദാബി ബസ്സുകളിൽ സൗജന്യ വൈഫൈ സംവിധാനമൊരുക്കുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടം ഇതിനകം പൂർത്തിയാക്കിയതായി സമഗ്ര ഗതാഗത കേന്ദ്രം അറിയിച്ചു. യാത്രക്കാർക്ക് എല്ലായിടങ്ങളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്. അബുദാബിയിൽ 410 ബസ്സുകളിലും അലൈനിൽ 110 ബസ്സുകളിലുമാണ് ഇപ്പോൾ വൈഫൈ ലഭിക്കുക. ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാവായ ഡൂവുമായി ചേർന്നാണ് ബസ്സുകളിലെ പരിഷ്കാരം നടപ്പാക്കുന്നത്. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ പൊതുഗതാഗത സംവിധാനങ്ങളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുവാൻ കഴിയും എന്നും ഗതാഗത വകുപ്പ് അറിയിച്ചു. ടെർമിനലുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും സൗജന്യ വൈഫൈ ലഭ്യമാക്കും. മാവേലിക്കര ആസ്ഥാനമായുള്ള പ്രവാസികളുടെ കൂട്ടായ്മയായ ശ്രീമദ് ഭാഗവത ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിൽ വെർച്വൽ ഗണേശ സംഗീതോത്സവം സംഘടിപ്പിച്ചു. സംഗീതോത്സവത്തിൽ ഭാരതത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്ത സംഗീതജ്ഞർ സംഗീതാർച്ചന നടത്തി. വിനായക ചതുർത്ഥി ദിവസം ശ്രീമദ് ഭാഗവത ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിൽ വെർച്വൽ ഗണേശ സംഗീതോത്സവം സംഘടിപ്പിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. ഗണപതി കീർത്തനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഗണേശ സംഗീതോത്സവത്തിൽ ഭാരതത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്ത സംഗീതജ്ഞർ സംഗീതാർച്ചന നടത്തി.
ലീ അരുന്ധതി, ഡോക്ടർ ലക്ഷ്മി മേനോൻ, സിന്ധു രമേശ്, അബ്രദിത ബാനർജി, രശ്മി വിനീഷ്, സൗമ്യ ലക്ഷ്മി ശ്രീനിവാസൻ, സന്തോഷ് കുമാർ ചങ്ങനാശ്ശേരി, സംഗീത് ശിവസുധ എന്നിവരാണ് സംഗീതോത്സവത്തിന്റെ ഭാഗമായത്. ശ്രീമദ് ഭാഗവത ധർമ്മവേദിയുടെ നവമാധ്യമ പേജുകളിലൂടെ നടത്തപ്പെട്ട ഗണേശ സംഗീതോത്സവത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ഗണേശ ഭക്തർ അണിചേർന്നു. ജനം, ദുബായ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ക്രൈംബ്രാഞ്ചിനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തി ഹൈക്കോടതി. അന്വേഷണ സംഘം ഗുരുതരമായ വീഴ്ച വരുത്തി എന്ന് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഗൂഢാലോചനയടക്കം പരിശോധിച്ചില്ല എന്നും കോടതി. സർക്കാർ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിനെതിരെ കോടതിയുടെ വിമർശനം. പെരിയ കേസ് സിബിഐക്ക് കൈമാറുന്നതിനെതിരെയുള്ള സർക്കാർ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വിധിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ വീഴ്ചകളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കാട്ടിയ നിഷ്ക്രിയത്വം കേസിനെ സാരമായി ബാധിച്ചുവെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാതെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. സുപ്രധാന സാക്ഷികളെ പോലും ചോദ്യം ചെയ്തിട്ടില്ലെന്നും വിധി പ്രസ്താവത്തിൽ കോടതി കുറ്റപ്പെടുത്തി. ഗൂഢാലോചനയടക്കം പുറത്തു കൊണ്ടുവരാഞ്ഞത് കേസ് അന്വേഷണത്തെ ദുർബലപ്പെടുത്തി. വസ്തുതാപരമല്ലാത്ത അന്വേഷണമാണ് നടത്തിയത്. സംശയകരമായ പല സംഭവങ്ങളും പരിശോധിച്ചിട്ടില്ലെന്നും വിധിയിൽ പറയുന്നു. അതേസമയം പെരിയ രാഷ്ട്രീയ കൊലപാതക കേസ് അട്ടിമറിച്ചെന്ന ആരോപണം നിലനിൽക്കെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ വീഴ്ചകൾ ഹൈക്കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. ജനം, കൊച്ചി. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ കടയുടെ ഗോഡൌണിൽ തീപിടുത്തം. വൻ നാശനഷ്ടമുണ്ടായതായാണ് സൂചന. 3 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണയ്ക്കുന്നു. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് ലഭിക്കുന്ന സൂചന. കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി തലപ്പാടിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധം. ആന്റിജൻ പരിശോധന നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. അന്തർ സംസ്ഥാന അതിർത്തികളിൽ നിയന്ത്രണം ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപ്പാക്കിയ നിയന്ത്രണം ഇതുവരെ പിൻവലിച്ചിട്ടില്ല. കർണാടകയിലേക്ക് ജോലിക്ക് പോകുന്നവർക്ക് ആന്റിജൻ പരിശോധന നിർബന്ധമാക്കുകയും ചെയ്തു. ഈ നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധ ജാഥ നടത്തിയത്. തലപ്പാടി അതിർത്തി വഴി കേരളത്തിലേക്ക് പ്രവേശിച്ച ജാഥ BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. പാസില്ലാതെ അന്തർ സംസ്ഥാന യാത്ര നടത്തുന്ന പ്രക്ഷോഭമാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത്. ഞങ്ങൾ കർണാടകയിലേക്ക് കടക്കും. കർണാടകയിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് വരും. ഒരുപക്ഷെ കേരള സർക്കാർ അല്ലെങ്കിൽ പോലീസുകാർ ഞങ്ങളെ ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ നിർദ്ദേശം ലംഘിക്കും. ഞങ്ങളത് പാലിക്കില്ല. ഞങ്ങൾ ക്വാറന്റൈനിൽ പോകില്ല. കർണാടകയിലേക്ക് പോകുന്നത് അന്തർ സംസ്ഥാന യാത്ര നടത്തുന്നത് കുറ്റമല്ല. ഇവിടെ ഭാരതത്തിൻ്റെ പൗരന് നൽകിയിട്ടുള്ള അവകാശമാണ്. ആ സ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് BJP നടത്തുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുകയാണ്. അവർ പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശം ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നു. കേരള സർക്കാർ തയ്യാറാവാത്ത പശ്ചാത്തലം. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാണ് ജില്ലാ ഭരണകൂടം. എന്നാൽ കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കാത്ത നടപടി അംഗീകരിക്കാനാവില്ലെന്ന് BJP അറിയിച്ചു. ജനം, കാസർഗോഡ്. KK രാഗേഷ് MPയുടെ ഭാര്യയും കണ്ണൂർ സർവകലാശാല സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറുമായ പ്രിയ വർഗീസ് CPM സമരത്തിൽ പങ്കെടുത്തത് വിവാദത്തിൽ. കേന്ദ്ര സർക്കാരിനെതിരെ CPM കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിലാണ് പ്രിയ വർഗീസ് പങ്കെടുത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുവാനും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുവാനോ പാടില്ല എന്ന സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്നാണ് ഉയർന്നിരിക്കുന്ന പരാതി. CPIM കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിലാണ് KK രാഗേഷ് MPയുടെ ഭാര്യയും കണ്ണൂർ സർവകലാശാല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറുമായ പ്രിയ വർഗീസ് പങ്കെടുത്തത്. ഇതാണിപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഭാര്യയ്ക്കൊപ്പം പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത വീഡിയോ KK രാഗേഷ് MP തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. സർവകലാശാലയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പ്രിയ വർഗീസ് രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ആൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുവാനോ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുവാനോ പാടില്ല എന്നാണ് സർവകലാശാല ചട്ടത്തിലും പറയുന്നത്. സമരത്തിൽ പങ്കെടുത്തത് ഇതിന്റെ ലംഘനമാണ്. തൃശൂർ കേരളവർമ്മ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന പ്രിയ ഡെപ്യൂട്ടേഷനിലാണ് കണ്ണൂർ സർവകലാശാലയിൽ എത്തിയത്. സർവകലാശാല നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിരുദ്ധമായി പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത പ്രിയ വർഗീസിനെതിരെ ഗവർണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ. ജനം, കണ്ണൂർ. പ്രവാസി നേരം പൂർണ്ണമാകുന്നു.